ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു റിയൽ ഫേസാണ്. അതായത് അവരുടെ മനസ്സിനുള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? അതായത് അവരുടെ ഒരു ട്രൂ കളറാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പോസിറ്റീവായ തോട്ട്സോടുകൂടി മാത്രം ഈ ഒരു വീഡിയോ കാണുക, വീഡിയോവുമായിട്ട് കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സമൂഹത്തിൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരേതെങ്കിലും രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സ്റ്റേറ്റസൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു, അവർക്കെല്ലാം കിട്ടിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഏത് രീതിയിൽ വാച്ച് ചെയ്താലും നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിനോ അല്ലെങ്കിൽ അവരെ പരിചയമുള്ള വ്യക്തികൾക്കോ ആർക്കാണെന്നുണ്ടെങ്കിലും അവർ വളരെ സന്തോഷകരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ നിങ്ങളുമായിട്ട് തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ഒരു പേഴ്സണ് ഞാനില്ലാതെ എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നു, ഇവർ അത്രത്തോളം ഹാപ്പിയാണോ? ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ചീറ്റിംഗ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നു, ഞാനിവിടെ വല്ലാതെ ദുഃഖിക്കുന്നു, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നു, ഇവരെ കൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കഴിയുന്നു എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ കുറച്ച് ഒരു ബഹുമാനിക്കപ്പെടുന്ന നിലയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വ്യക്തിയുടെ കീഴിൽ ഒരുപാട് ആളുകളുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ റോൾ മോഡലായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു പൊസിഷൻ ചിലപ്പോൾ സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അത് അവരുടെ പ്രൊഫഷൻ ഇപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ആളുകൾ അവരെ ബഹുമാനിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ, അതുമല്ലെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ ലൈഫിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. കാരണം നല്ല രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റോടു കൂടിയ റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം എന്നുള്ളത്. ഒരു ഫാമിലി ടൈപ്പ് വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവാം, പല കാര്യങ്ങളിലും ഒരു ഡിഫറൻസ് ഉണ്ടാവാം. ഒരു പക്ഷേ ക്യാരക്ടറിലായിരിക്കാം, നിങ്ങൾ രണ്ടുപേരും ഈസ്റ്റ് ഓർ വെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടേഴ്സ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര ട്രഡീഷണൽ, ഒരാൾ അല്ലാതെ കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു വ്യക്തി. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാകും. ഒരാൾ ഭയങ്കരമായിട്ടൊരു ബ്യൂട്ടി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എടുത്ത് നിൽക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലീജിയൻ വൈസ് ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലൊരു അന്തരമുള്ള വ്യക്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് യാതൊരു അടുപ്പവും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആവാം, ഓൺ ആൻഡ് ഓഫ് ആവാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പരിഗണന ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അവരത്രത്തോളം മാറിപ്പോയിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. നേരത്തെ നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നൊരു സമയത്ത് ഈ ഒരു പേഴ്സൺ എന്താണോ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു സ്നേഹമോ കാര്യങ്ങളോ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെ 1% പോലും നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ ഒരു പേഴ്സൺ എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇവരുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ മാറിപ്പോയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും.
അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള എല്ലാ ഇമോഷൻസും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവരെങ്ങനെയാണോ കാണുന്നത്, എത്രത്തോളം ഡീപ്പ് ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടോ, ഇതൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ടോട്ടലി ഡിഫറെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ തീർത്തും മറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത ഒരു മുഖം, ആ ഒരു രീതിയിലായിരിക്കാം അവരുടെ ആ ഒരു എല്ലാ പെരുമാറ്റങ്ങളും കാര്യങ്ങളും. കാരണം അവർ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സമൂഹത്തിൽ വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു സൊസൈറ്റി ഫിയറിംഗ് ഉള്ള വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. കാരണം അവർ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും സൊസൈറ്റിയെ കൂടി മാനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പേരിന് ഒരു കോട്ടവും തട്ടാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സൊസൈറ്റി ഫിയറിംഗ് ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ മാത്രം ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ മാത്രം ഒരു കൺസേൺ ആയിട്ടല്ല അവർ എടുക്കുക. പല ഭാഗത്തു നിന്നും ചിന്തിച്ചിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ തീരുമാനം എടുക്കുന്നത്. ചിലപ്പോൾ അവരുടെ ഫാമിലി, അല്ലെങ്കിൽ പാരൻസ്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, സൊസൈറ്റി, ഫ്രണ്ട്സ്, ഇങ്ങനെ പലരെയും പരിഗണിച്ചിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ തീരുമാനം എടുക്കുന്നത്. ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ മനസ്സിൽ അത്ര താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ആ ഒരു ഡിസിഷൻ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഇവരുടെ പല ആഗ്രഹങ്ങളും ചിലപ്പോൾ ഇവർക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നടന്നകലാനായിട്ട് ശ്രമിച്ച വ്യക്തി തന്നെയാണ്. ഒരു പക്ഷേ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, ഇനി ഞാനില്ല, ഇതിവിടെ നിങ്ങൾക്ക് തുടരാനായിട്ട് താല്പര്യമില്ല എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും. മറ്റു ചിലരാണെങ്കിൽ ചിലപ്പോൾ അറിയിക്കാതെ സൈലൻ്റ് ആയിട്ടായിരിക്കാം പോയിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി വേറെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു വിഷ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ആ ഒരു പഴയ ഇൻറ്റിമസി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇവരുടെ ഈ ഒരു ബിഹേവിയർ ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അകന്നു പോകാമെന്ന് മനസ്സുകൊണ്ട് ഡിസിഷൻ എടുത്ത വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതെനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ കറൻ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരു പക്ഷേ നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന യാതൊരു പരിഗണനയും തരാതെ അവരുടെ കാര്യം നോക്കിപ്പോയപ്പോൾ ഇനി എനിക്ക് വിഷമിക്കാൻ വയ്യ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിനി എൻ്റെ പാതയിലേക്ക് പോകും, ഞാൻ മോൺ ചെയ്യും എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടാവില്ല. കാരണം എന്തൊക്കെ ചെയ്ത് കഴിയുമ്പോഴും പലപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ തോട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ഈ ഒരു പേഴ്സൺ ഇതിനു വേണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു, ശ്രമിച്ചിരുന്നു. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ടും ആവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു സാക്രിഫൈസ് ആയിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാക്രിഫൈസ് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാനസികമായിട്ട് വേണ്ടാന്ന് വെക്കാം. നമ്മൾ പലപ്പോഴും വായ കൊണ്ട് പറയുന്നതല്ലല്ലോ, നമ്മളുടെ മനസ്സുകൊണ്ടും കൂടി ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ച് തോറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ മനസ്സിന് തന്നെ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് അവർക്കൊരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളത്. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ സൊസൈറ്റിയുടെ മുൻപിലോ അല്ലെങ്കിൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ മുൻപിലോ ചിലപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിയുടെ മുൻപിലോ ഒക്കെ ആയിരിക്കാം ഇവർ വളരെ ഹാപ്പി ആണെന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അവർ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റീനെയൊക്കെ അവർ കുറച്ച് ഫിയർ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു നമ്മൾ നല്ല പിള്ള ചമയ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അവർക്കൊരു മോശം പേര് അല്ലെങ്കിൽ അവരുടെ ഒരു പേരിന് കളങ്കം തട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് സഹിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അവരുടെ മാനസികാവസ്ഥ പുറമെ ആരോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ മൈൻഡിനുള്ളിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളുള്ളത്. മറ്റുള്ളവരുടെ മുൻപിൽ അവർ ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ അവർ
വേറെ കുറവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറമേ വലിയ ധൈര്യശാലികളായിട്ട് ഇവർ കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള സമയത്തൊക്കെ വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കാനൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് ആ ഒരു സോഷ്യൽ ഫിഗറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഒരു കുറച്ച് സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ഒരു മെൻ്റൽ പവറൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്നർ മൈൻഡ് കൊണ്ട് ഇവർ തീർത്തും ഒരു ഭയമുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ അവരുടെ ഭയമായാലും എന്ത് വികാരങ്ങളാണെന്നുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ കഴിയും. കാരണം ചില വ്യക്തികൾക്ക് അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരങ്ങൾ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ആ ഒരു തോട്ട്സ് മറ്റുള്ളവർ പെട്ടെന്ന് അറിയും, അവരുടെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവരുടെ മൈൻഡിനുള്ളിലുള്ള എന്താണുള്ളത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അത്രത്തോളം ഹൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭയത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പല കാർഡ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നല്ലൊരവസ്ഥയിലൂടെയല്ല കടന്നു പോകുന്നത്. പല ചിന്തകളും അവരെ കുഴയ്ക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ പല തോട്ട്സും അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു താക്കോല് നമ്മുടെ കയ്യിലല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഒരു തരത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഒരു സ്ട്രഗിൾ അവരുടെ മനസ്സിനുള്ളിൽ നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവർ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു പാസ്റ്റ് മെമ്മറീസിൻ്റെ കാർഡുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. കാരണം അവർ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്വീറ്റ് മെമ്മറീസ് എല്ലാം അവർ ആലോചിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ മൈൻഡിൽ നിങ്ങൾ വന്നു പോകുന്നു, നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും പോകുന്നില്ല, അവർ വീണ്ടും നിങ്ങളിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സണെ വിട്ട് പോകണം, അല്ലെങ്കിൽ എനിക്ക് മോൺ ചെയ്ത് പോകണം, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകാൻ പോകുമ്പോൾ തിരികെ വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഇങ്ങനെയുള്ളൊരു മെൻ്റൽ ആഗണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഭയമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആരെയോ ഭയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു സിറ്റുവേഷനെ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ അതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണമെന്ന കടുത്ത ആഗ്രഹം ഉണ്ടായിട്ട് പോലും എന്തോ ഒരു കാര്യം അവരെ തടഞ്ഞു നിർത്തുന്നു, എന്തോ ഒരു ഫാക്ടർ അവരെ എന്താ പറയുക മുന്നോട്ട് വരാനായിട്ട് അനുവദിക്കുന്നില്ല, അവരുടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റക്നെസ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവരെ പിടിച്ച് വലിക്കുന്ന എന്തോ ഒരു ഫാക്ടർ നിങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ അത് ഇവർക്ക് ഇത്രത്തോളം ഇവരുടെ മനസ്സിൽ പേടിയും പല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ആ ഒരു തോട്ട് വലിച്ചടിപ്പിക്കുന്നത് ചിലപ്പോൾ യൂണിവേഴ്സ് ആയിരിക്കാം. നിങ്ങളെ തമ്മിൽ രണ്ടു പേർക്കും ഇങ്ങനെയുള്ളൊരു മെൻ്റൽ ആഗണി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള സ്ട്രെസ്സ് കൊടുക്കുന്നതും യൂണിവേഴ്സ് ആയിരിക്കാം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പർപ്പസും ഉണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഏതോ തരത്തിൽ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ട്രാപ്ഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്ന എന്തോ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ അതിനെയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഭയപ്പെടുന്നത്. ഒരു പക്ഷേ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഒരു ഫാക്ടർ ക്രോസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ അവർക്കൊരു എന്താ പറയുക അവരുടെ ഒരു പേഴ്സണാലിറ്റിക്ക് കോട്ടം തട്ടുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ അവരുടെ പേര് ചീത്തയാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഫാക്ടർ ക്രോസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് മടിക്കുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഡാമേജ് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുൻപിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലായാലും അവർക്കില്ലാത്ത ഒരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് ഭാവിച്ച് നിൽക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സ്ട്രെങ്ത് അവർക്ക് വന്നിട്ടില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നല്ല ഭയമാണെന്നുണ്ടെങ്കിലും പുറമെ അതൊന്നും കാണിക്കാതെ അവർ മറ്റൊരു രീതിയിൽ വേറൊരാളായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്ക് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ റിയലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അവർ നിങ്ങളെ ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞിട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കതിന് കഴിയുന്നില്ല. കാരണം അവരുടെ മൈൻഡ് അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ചിന്തകൾ പലപ്പോഴും അവരെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാത്തത്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുണ്ടായിട്ടും ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് ചിലർക്കെങ്കിലും അറിയാനായിട്ട് സാധിക്കും.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒരാൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പരസ്പരം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കാത്തത്. നിങ്ങളുടെ എനർജി നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഒരിക്കലും ഇതിൽ നിന്ന് ഊരി പോരാനായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ലവ് എന്നുള്ളൊരു കാർഡ് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഫാക്ടർ എന്താണോ അതൊരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പീരീഡ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്. നമ്പർ 4, ലിബ്ര സോഡിയാക് സൈൻ. നമ്പർ 29, ലെറ്റർ എഫ്, ലെറ്റർ ടി ആണ് കേട്ടോ. ഓഗസ്റ്റ് മന്ത്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴ. മെയ് മന്ത്, ഫെബ്രുവരി മന്ത്, നമ്പർ 30, കോട്ടയം. നമ്പർ 8, ലെറ്റർ കെ. നമ്പർ 26, ചോതി നക്ഷത്രം. നമ്പർ 5, കൊല്ലം. നമ്പർ 12, വിർഗോ സോഡിയാക് സൈൻ. ലെറ്റർ എച്ച്, ലെറ്റർ ജി, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, മകം നക്ഷത്രം. കാപ്രിക്കോൺ, ആയില്യം. ലെറ്റർ സി, ലെറ്റർ ഡി, ആൻഡ് ഫൈനലി ഭരണി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കിയിട്ട് പോലും നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് നിങ്ങളുടെ രണ്ട് പേരുടെയും മൈൻഡിൽ പരസ്പരമുള്ള ഒരു ഫീലിങ്സ് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക പീരീഡ് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്കിത് കരുതാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.